പ്രിയപ്പെട്ട ശാലോം ടെലിവിഷൻ പ്രേക്ഷകരെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും പ്രഭാഷണങ്ങൾ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഈ പ്രഭാഷണ പരമ്പരയുടെ വിഷയം ഇതാണ്: നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ. ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാപം എന്ന് വെച്ചാൽ എന്താണ് എന്ന് നമുക്കൊന്ന് ഓർക്കാം. നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും പാപം എന്താണ് എന്ന് ഓർത്തിട്ട് വിഷയത്തിലേക്ക് കടക്കാം. പ്രമാണങ്ങളുടെ, ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപമെന്ന് പറയുന്നത്. ദൈവം നമുക്ക് തന്ന പ്രമാണങ്ങളെ നമുക്ക് രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമത്തെ സെറ്റ് പ്രമാണങ്ങൾ നമ്മളോട് പറയുന്നു, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. അങ്ങനെ നമ്മൾ ചെയ്യരുത് എന്ന് ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് പാപമാകും. അതിനെ സിൻ ഓഫ് കമ്മീഷൻ, പ്രവൃത്തിയാലുള്ള പാപം എന്ന് പറയും. ഉദാഹരണത്തിന്, ദൈവത്തിൻ്റെ തിരുനാമം വെറുതെ ഉപയോഗിക്കരുത് എന്ന് കൽപ്പന പറയുന്നു. നമ്മൾ ദൈവത്തിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കുമ്പോൾ അത് പ്രവൃത്തിയാലുള്ള പാപമാകും. കൊല്ലരുത് എന്ന് കൽപ്പന പറയുന്നു. കൊലപാതകം നടത്തുമ്പോൾ അത് പാപമാകും. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പന പറയുന്നു. വ്യഭിചാരം ചെയ്യുമ്പോൾ അത് പാപമാകും. മോഷ്ടിക്കരുത് എന്ന് കൽപ്പന പറയുന്നു. മോഷ്ടിക്കുമ്പോൾ അത് പാപമാകും. ഇതുപോലെ മറ്റുള്ളവരുടെ കുറ്റം പറയുക, നുണ പറയുക, കള്ളസാക്ഷ്യം പറയുക ഒക്കെ ചെയ്യാൻ പാടില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യർ അതെല്ലാം ചെയ്യുമ്പോൾ പാപമായി തീരും. പ്രവൃത്തിയാലുള്ള പാപം, സിൻ ഓഫ് കമ്മീഷൻ. രണ്ടാമത്തെ സെറ്റ് പ്രമാണങ്ങൾ പറയുന്നു, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളും പ്രമാണങ്ങളായിട്ട് ദൈവം തന്നിരിക്കുക. ഉദാഹരണത്തിന്, എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, അയൽക്കാരെ സ്നേഹിക്കണം എന്നിങ്ങനെയുള്ളവ. അപ്പം നമ്മൾ ചെയ്യണമെന്ന് ദൈവം പറയുന്നു. അങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ ഇരിക്കുമ്പോൾ അതും പാപമാണ്. അതിനെ സിൻ ഓഫ് ഒമീഷൻ, ഉപേക്ഷയാലുള്ള പാപം എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ രണ്ട് വിധത്തിൽ നമുക്ക് പാപം ചെയ്യാം. ഒന്ന്, നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. രണ്ട്, നമ്മൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഇരുന്നു കൊണ്ട്. ഈ രണ്ട് തരത്തിലുള്ള പ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നുണ്ട് എന്നതാണ് സത്യം. ഇനി പാപത്തിൻ്റെ ഗൗരവമനുസരിച്ച് പാപത്തെ രണ്ട് ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തതാണ് ശാപദോഷം, ഗൗരവമായ പാപം. രണ്ടാമത്തതാണ് ലഘുവായ പാപങ്ങൾ. ഇപ്പം നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ അതിൻ്റെ ഗൗരവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാരക പാപങ്ങൾ അഥവാ ഗൗരവ പാപങ്ങൾ അഥവാ ശാപദോഷങ്ങളെന്നും ലഘുവായ പാപങ്ങളെന്നും നമ്മൾ തിരിക്കും. ഇനി ഈ പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ചിന്തിക്കാം. പൊതുവെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. പാപം ചെയ്താലും സാരമില്ല, കുംഭസാരമുണ്ടല്ലോ, കുംഭസാരത്തിലൂടെ ഈ പാപത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ. ഇങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ട്. അതുകൊണ്ട് തെറ്റാന്നറിയാമെങ്കിലും കുംഭസാരമുള്ളത് കൊണ്ട്, കുംഭസാരത്തിലൂടെ പാപത്തിൻ്റെ പ്രശ്നങ്ങൾ തീരുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് പലപ്പോഴും പാപം ചെയ്യാനായിട്ട് പല ആളുകൾക്കും മടിയില്ല എന്നതാണ് സത്യം.
ഈ പശ്ചാത്തലത്തിൽ പ്രഭാഷകൻ്റെ പുസ്തകം 21 അധ്യായം 3-ാമത്തെ വചനം നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട്. അവിടെ പറയുന്നു, പാപം ഇരുതല വാള് പോലെയാണ്. എന്ന് വെച്ചാൽ 2 സൈഡിലും മൂർച്ചയുള്ള ഒരു വാള് പോലെയാണ് പാപം. ഒരു സൈഡിൽ മൂർച്ചയുള്ള ഒരു വാള് കൊണ്ടോ കത്തി കൊണ്ടോ കുത്തിയാൽ മൂർച്ചയുള്ള സൈഡിൽ മാത്രമേ മുറിവേക്കത്തുള്ളൂ. എന്നാൽ 2 സൈഡിലും മൂർച്ചയുള്ള കത്തി കൊണ്ടോ വാളുകൊണ്ടോ കുത്തിയാൽ 2 സൈഡിലും മുറിവേക്കും. അപ്പോൾ പാപം ഇരുതല വാള് പോലെയാണെന്ന് ബൈബിൾ പറയുന്നു. പാപം ഇരുതല വാള് പോലെയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും ഒരേ സമയത്ത് 2 കൂട്ടരെ ദോഷകരമായിട്ട് ബാധിക്കും, പ്രതികൂലമായിട്ട് ബാധിക്കും. 2 കൂട്ടർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കും. ആരൊക്കെയാണ് ഈ 2 കൂട്ടർ? ഒന്നാമത്തെ കൂട്ടർ പാപം ചെയ്യുന്ന വ്യക്തി തന്നെ. ഇപ്പം നമ്മൾ ഓരോരുത്തരും പാപം ചെയ്യുമ്പോൾ ആ പാപത്തിൻ്റെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ പാപം ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. മറുവശത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും മറ്റാരെയെങ്കിലുമൊക്കെ ദോഷകരമായിട്ട് ബാധിക്കും. പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അവർക്കുണ്ടാകും. നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുന്ന പാപം നമ്മളെ തന്നെ എങ്ങനെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് ചിന്തിക്കാം. സംഖ്യയുടെ പുസ്തകം 32-ാം അധ്യായം 23-ാമത്തെ വചനം എങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടും. നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടും എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും നമുക്ക് പിന്നീട് തിന്മയായിട്ട് ദോഷകരമായിട്ട് ഭവിക്കും എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന്, കുറ്റബോധമായി, നിരാശയായി, ദൈവത്തോടുള്ള പേടിയായി, മരണഭയമായി, ദൈവം ശിക്ഷിക്കുമെന്ന പേടിയൊക്കെയായി പാപം നമ്മുടെ പുറകെ വരും. പാപം നമ്മളെ വേട്ടയാടും. എബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്: അവിടുത്തെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ മുമ്പിൽ സകലവും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ കണക്ക് ബോധിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ഗലാത്യർക്കുള്ള ലേഖനം 6-ാം അധ്യായം 7-ാമത്തെ വചനം പറയുന്നുണ്ട്: മനുഷ്യൻ വിതച്ചത് തന്നെ കൊയ്യും. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് കിട്ടും. വിതയ്ക്കാത്തത് കൊയ്യാൻ പറ്റില്ല, വിതച്ചത് കൊയ്യും. ഉദാഹരണം, നെല്ല് വിതച്ചാൽ നെല്ല കൊയ്യാൻ പറ്റുക. റബ്ബർ നട്ടാൽ റബ്ബർ പാലാണ് കിട്ടുക. നെല്ല് നട്ടിട്ട് തേങ്ങ പറിക്കാൻ പറ്റത്തില്ല. തെങ്ങ് നട്ടിട്ട് ഗോതമ്പെടുക്കാൻ പറ്റത്തില്ല. ഇപ്പം എന്ത് ചെയ്യുന്നവോ അതനുസരിച്ചുള്ള പ്രതിഫലമാണ് കിട്ടുക. അപ്പം നല്ലത് ചെയ്താൽ നല്ല പ്രതിഫലങ്ങൾ കിട്ടും, തെറ്റ് ചെയ്താൽ മോശമായ പ്രതിഫലം അഥവാ ശിക്ഷ പ്രതിഫലമായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്ത നന്മതിന്മകളുടെ കണക്ക് ബോധിപ്പിക്കേണ്ട സമയം വരും. അഥവാ ചെയ്ത നന്മതിന്മകളുടെ കണക്ക് ദൈവം പരിശോധിക്കുന്ന സമയം വരും. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പാപം നമ്മളെ തന്നെ എങ്ങനെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. പാപം ചെയ്യുന്ന വ്യക്തിക്ക് ചെയ്യുന്ന പാപത്തിൻ്റെ ഒന്നാമത്തെ പ്രതികൂലമായ പ്രത്യാഘാതം ആത്മനാശമാണ്. ഗൗരവമായ പാപം ചെയ്ത് ഗൗരവമായ പാപാവസ്ഥയിലാണ് മരിക്കുന്നതെങ്കിൽ ആത്മാവ് നശിച്ച് നരകത്തിൽ പോകും. റോമാക്കാർക്കുള്ള ലേഖനം 6-ാം അധ്യായം
29-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപത്തിൻ്റെ പ്രതിഫലം, പാപത്തിൻ്റെ കൂലി മരണമാണ്. എന്ന് വെച്ചാൽ ആത്മനാശം, ആത്മാവ് നശിച്ച് നരകത്തിൽ പോകുന്ന അവസ്ഥ. ഐസിയാസിൻ്റെ പുസ്തകം 59-ാം അധ്യായം 2-ാമത്തെ വചനം പറയുന്നുണ്ട്, നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, അവിടുന്ന് തൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. അപ്പം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ള അടുപ്പം കുറയുന്നു, അഥവാ അകലം കൂടുകയാണ്. കർത്താവ് നമ്മളോട് പറഞ്ഞല്ലോ, നീതിമാൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ കാതുകൂർപ്പിച്ചിരിക്കുന്നു. ദുഷ്ടൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എൻ്റെ ചെവിയിൽ വീഴാതിരിക്കാൻ ഞാൻ തലതിരിച്ചു കളയും. നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എൻ്റെ വചനം പാലിക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളാൻ ഞാനത് ചെയ്തു തരും. ഈ വചനങ്ങളൊക്കെ പറയുന്നത് പാപം ചെയ്യുന്ന വ്യക്തിയും ദൈവവും തമ്മിലുള്ള ഗ്യാപ്പിനെ പറ്റിയാണ്. പാപം ചെയ്യാത്ത അവസ്ഥയിൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കും, ദൈവം നമ്മളോട് കൂടുതൽ ചേർന്ന് നിൽക്കും. പാപം ചെയ്യുമ്പോൾ നമ്മളും ദൈവവും തമ്മിലുള്ള അകലം വർദ്ധിക്കും. അപ്പം അതുകൊണ്ട് പാപത്തിൻ്റെ ആ ഒരു പ്രത്യാഘാതം നമ്മൾ ഓർക്കണം. ഇപ്രകാരം പറയുന്നുണ്ട്, വിധി ദിവസത്തിൽ ദൈവം നമ്മളെ അമ്പരപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് ഓരോരുത്തർക്കും ഒരു വിധിയുണ്ട്, ദൈവത്തിൻ്റെ വിധി. ഈ വിധി 2 സമയത്ത് നമ്മൾ അഭിമുഖീകരിക്കണം. ആദ്യത്തേത് തനത് വിധി, രണ്ടാമത്തേത് പൊതുവിധി. തനത് വിധി എന്ന് വെച്ചാൽ നമ്മൾ മരിച്ച ഉടനെ നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിലെത്തും. അപ്പോൾ തന്നെ നമ്മൾ ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവം നമ്മളെ വിധിക്കും. ഇതിനെയാണ് തനത് വിധി എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ പല മരിച്ചടക്ക ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ മൃതസംസ്കാര ശുശ്രൂഷ വീട്ടിൽ ആരംഭിക്കുന്നതിന് തുടക്കത്തിൽ വൈദികർ ഇപ്രകാരം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമുക്ക് ഈ ആത്മാവിനെ യാത്രയയക്കാം. പ്രിയപ്പെട്ടവരെ, അത് വെറും ഒരു ഭംഗി വാക്കാണ്. ആ പറയുന്നതിനകത്ത് സത്യമില്ല. നമ്മളെ യാത്രയയക്കുന്നത് മരിച്ചയാളുടെ ആത്മാവിനെ അല്ല, മരിച്ചയാളുടെ ശരീരത്തെ മാത്രമാണ്. നമ്മളുടെ യാത്രയയപ്പിന് വേണ്ടി മരിച്ച ഒരാളുടെ ആത്മാവ് അവിടെ ചുറ്റിക്കറങ്ങി നിൽപ്പില്ല. മരിച്ച അടുത്ത നിമിഷം ആത്മാവ് ദൈവസന്നിധിയിലെത്തി. ദൈവം നന്മ തിന്മകൾ നോക്കി ആ ആളെ വിധിച്ചു. ആ വിധി അനുസരിച്ച് ഒന്നുകിൽ സ്വർഗത്തിലേക്ക് വിട്ടു, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് വിട്ടു, അല്ലെങ്കിൽ നരകത്തിലേക്ക് വിട്ടു. അപ്പം നമ്മളിവിടെ യാത്ര അയക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് തന്നെ ആൾ ദൈവസന്നിധിയിലെത്തി, ആത്മാവ് ദൈവസന്നിധിയിലെത്തി. ദൈവത്തിൻ്റെ വിധിയും കഴിഞ്ഞ് ദൈവം എങ്ങോട്ടയച്ചോ അവിടുത്തെ അവസ്ഥയിൽ ആത്മാവ് കടന്നു പോവുകയാണ്. നമ്മൾ യാത്ര അയക്കാമെന്ന് പറയുന്ന സമയത്ത് ഒന്നുകിൽ ആത്മാവ് സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലാണ്, അല്ലെങ്കിൽ നരകത്തിലാണ്. അതുകൊണ്ട് തനത് വിധി ഉണ്ട്. ഈ തനത് വിധിക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളാരും വെറും കൈയോടെയല്ല പോകുന്നത്. ജോബിനെ ഉദ്ധരിച്ച് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, നമ്മൾ വെറും കൈയോടെ വന്ന് വെറും കൈയോടെ ലോകം വിട്ടു പോകുന്നുവെന്ന്. അത് ഭൗതിക വസ്തുക്കളെ സംബന്ധിച്ച് മാത്രമാണ്. ഭൗതിക വസ്തുക്കളൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, മരിച്ചു പോകുമ്പോൾ ഒരു ഭൗതിക വസ്തുവും കൊണ്ടുപോകുന്നുമില്ല. എന്നാൽ നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് വെറും കൈയോടെ ആണെങ്കിലും ഈ ലോകം വിട്ടുപോകുന്നത് വെറും കൈയോടെ അല്ല. 2 ഭാണ്ഡക്കെട്ടുകൾ നമ്മൾ കൊണ്ടുപോകും. കൊണ്ടുപോയില്ലെങ്കിൽ പോലും നമ്മുടെ കൂട്ടത്തിൽ അത് വരും. ഒന്നാമത്തെ ഭാണ്ഡക്കെട്ടിലുള്ളത് നമ്മൾ ഓരോരുത്തരും ചെയ്ത സർവ നന്മകളും സുഹൃതങ്ങളും പുണ്യപ്രവൃത്തികളും പരോപകാര പ്രവൃത്തികളൊക്കെയാണ്. രണ്ടാമത്തെ ഭാണ്ഡക്കെട്ടിലുള്ളത് നമ്മൾ ഓരോരുത്തരും ചെയ്തതും എന്നാൽ അനുതപിച്ചേറ്റു പറയാത്തതും അതുകൊണ്ട് ദൈവം ക്ഷമിക്കാത്തതുമായ പാപങ്ങളുമാണ്. ഇത് രണ്ടുമായിട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ദൈവം ഇത് രണ്ടും നോക്കും. ഈ 2 പുസ്തകവും ദൈവം തുറക്കും. എന്നിട്ട് അതനുസരിച്ച് ദൈവം വിധിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 20-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്,
തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായി ഓടിയെത്തും. അവരുടെ അകൃത്യങ്ങൾ അവരെ മുഖത്ത് നോക്കി കുറ്റം വിധിക്കും. പലതരം സെൻസസിനെ പറ്റി കണക്കെടുക്കുന്നതിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ജനസംഖ്യയുടെ കണക്കെടുക്കുന്നു, വന്യമൃഗങ്ങളുടെ കണക്കെടുക്കുന്നു, പലതരം വൃക്ഷങ്ങളുടെ കണക്കെടുക്കുന്നു. ഇങ്ങനെ പലതരം സെൻസസുകളുടെ കണക്കെടുപ്പുകളുണ്ട്. ഇതുപോലെ ദൈവം ഓരോ മനുഷ്യനും ചെയ്ത പാപത്തിൻ്റെ സെൻസസ് കണക്കെടുക്കുന്നൊരു സമയമുണ്ട്. അതെപ്പോഴാന്ന് ചോദിച്ചാൽ തനത് വിധിയുടെ സമയത്ത്. അപ്പോൾ ദൈവം ഈ പാപത്തിൻ്റെ നന്മതിന്മകളുടെ സെൻസസ് എടുക്കുന്ന സമയത്ത് ഈ ജ്ഞാനം 4:20 പറഞ്ഞിരിക്കുന്നത് സംഭവിക്കും. തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായി ഓടിയെത്തും. അവരെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ചെയ്തതും എന്നാൽ നമ്മൾ അനുദപിച്ച് ഏറ്റുപറയാത്തതും അതുകൊണ്ട് ദൈവം നമ്മളോട് ക്ഷമിക്കാത്തതുമായ പാപങ്ങൾ. ഈ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഓടിയെത്തും. എങ്ങനെയാണ് ഓടിയെത്തുന്നത്? ഭയത്തോടുകൂടി. എന്തിനാ ഭയപ്പെടുന്നത്? പാപത്തിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാൻ സ്വാഭാവികമായിട്ട് പേടിയുണ്ടാകും. അതുകൊണ്ടാണ് പേടിക്കുന്നത്. എന്നാൽ പിന്നെ പേടിയുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ വരാതിരുന്നാൽ പോരെ? ഇല്ല, വരും. എന്തിനാ? എങ്ങനെയും നമ്മുടെ മേൽ കുറ്റം ആരോപിച്ച് നമ്മളെ നരകത്തിൽ കൊണ്ട് എത്തിക്കാൻ. അപ്പോൾ പേടിയുണ്ടെങ്കിൽ കൂടി നമ്മളെ നരകത്തിലെത്തിക്കാൻ വേണ്ടി, നമ്മളെ ശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടി ഈ പാപങ്ങൾ ഓടിയെത്തും. അതുകൊണ്ടാണ് പറഞ്ഞത്, തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായി ഓടിയെത്തും. അവരുടെ ആകൃത്യങ്ങൾ അവരെ മുഖത്ത് നോക്കി കുറ്റം വിധിക്കും. രണ്ടാമത്തെ ഭാണ്ഡക്കെട്ടിലുണ്ടാവുക നമ്മൾ ചെയ്ത സർവ്വ നന്മകളാണ്, സുഹൃതങ്ങളാണ്, പുണ്യപ്രവൃത്തികളാണ്, പരോപകാര പ്രവൃത്തികളാണ്, ത്യാഗപ്രവൃത്തികളാണ്. പലപ്പോഴും നമ്മൾ പലർക്കും നന്മ ചെയ്ത് മടുത്തിട്ടുണ്ടാകും. നമ്മൾ ഉപകാരം സ്വീകരിച്ചവർ നന്ദികേട് കാണിച്ചിട്ടുണ്ടാകും. അവർ നമ്മളോടൊരു നന്ദി കാണിച്ചിട്ടുണ്ടാവില്ല. പലപ്പോഴും അവർ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. അവർ നമുക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ മനസ്സ് മടുത്തിട്ടുണ്ടാകും. ഇനി ആർക്കും ഒരു നന്മയും ചെയ്യുന്നില്ല, അവനവൻ്റെ കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി പോകുന്നേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നവരും പറയുന്നവരും ഒക്കെയുണ്ട്. അങ്ങനെയൊക്കെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നവരുമുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, അവിടെ ഈ വിധിയുടെ സമയത്ത് ദൈവം ഈ നന്മയുടെ ഭാണ്ഡക്കെട്ടും തുറക്കും. ആ നന്മകളും ദൈവം നമ്മുടെ മുമ്പിൽ നിരത്തും. അവിടെയാണ് നമ്മൾ അത്ഭുതപ്പെടുകയും അമ്പരക്കുകയും ചെയ്യുന്നത്. നമ്മൾ അമ്പരക്കുന്ന ചില കാര്യങ്ങളെ സൂചിപ്പിക്കാം. ഒരുപാട് മനുഷ്യർ ദൈവമില്ലെന്നും മരണശേഷം ഒരു ജീവിതമില്ലെന്നും ദൈവത്തിൻ്റെ വിധിയില്ലെന്നും സ്വർഗമില്ലെന്നും നരകമില്ലെന്നും ഒക്കെ വിചാരിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെയുള്ളവരും മരിച്ച അടുത്ത നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുക. ഇല്ല എന്ന് അവർ പറഞ്ഞ, അവർ വിശ്വസിച്ച ആ ദൈവത്തെ അവർ മരിച്ച അടുത്ത നിമിഷം മുഖാമുഖം കാണുക. ആ ദൈവത്തിന് മുമ്പിൽ അവരുടെ വിധിവാചകം കേൾക്കാൻ പോയി നിൽക്കുക. പേടിച്ചു പോയില്ലേ? ഇല്ല എന്ന് പറഞ്ഞ ആളുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ വലിയ പ്രഭാവത്തിൻ്റെ മുമ്പിൽ മാലാഖമാരുടെ മധ്യത്തിൽ വിധിവാചകം കേൾക്കാൻ പോയി നിൽക്കുമ്പോൾ പേടിച്ചു പോവില്ലേ? പ്രത്യേകിച്ച് ദൈവമില്ല എന്ന് പറഞ്ഞ ഒരാൾ. രണ്ടാമത്തെ പേടിയുടെ കാരണം ദൈവം അവരെ വിധിക്കാൻ പോകുന്നു എന്ന തിരിച്ചറിവ്. ഈ ദൈവമില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ ഒരിക്കലും പാപത്തെപ്പറ്റി ഉത്കണ്ഠയുള്ളവരല്ല. കാരണം അവർക്ക് പലതും പാപമല്ല. ദൈവവുമില്ല, ദൈവത്തിൻ്റെ കൽപ്പനയും ഇല്ലെങ്കിൽ പലതും പാപമല്ല. പിന്നെ ഗവൺമെൻറ് പിടിക്കാതെ നോക്കിയാൽ മതി, നിയമത്തിന് മുമ്പിൽ വരാൻ നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഭയമില്ലാതെ ജീവിക്കുന്നവർ അറിയുകയാണ് ദൈവത്തിൻ്റെ കൽപ്പനകളുണ്ട്, അത് ലംഘിച്ചാൽ പാപമാണ്, അതിന് ശിക്ഷയുണ്ട് എന്നവരറിയുക. അറിയുമ്പോൾ അവർ വീണ്ടും അമ്പരക്കും. മൂന്നാമത്തെ അമ്പരപ്പ് ദൈവം അവരുടെ മേൽ വിധിവാചകം ഉച്ചരിക്കുമ്പോഴാണ്. ഒന്നുകിൽ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് അല്ല നരകത്തിലേക്ക് പൊക്കോ എന്ന് ദൈവം പറയുന്നു. പോകാതിരിക്കാൻ തരമില്ല, അപ്പീൽ കൊടുക്കാൻ വേദിയില്ല, നമുക്ക് വേണ്ടി വാദിക്കാൻ മറ്റാളുമില്ല, തന്നെത്താൻ വാദിച്ച് ജയിക്കാൻ പറ്റത്തില്ല, ദൈവം അയക്കുന്നിടത്തൊക്കെ പോകാതെ നിവൃത്തിയില്ല. ഈ ഒരു സാഹചര്യം വരുമ്പോൾ പിന്നെയും ഭയപ്പെടും ഒരുപാട് പേര്. പിന്നെ നമ്മളെപ്പോലെയുള്ള ആളുകൾ ഭയപ്പെടുന്ന വേറൊരു കാരണത്താലാണ്. എന്നാൽ നമ്മൾ ചെയ്തതും
എന്നാൽ നമ്മൾ അനുതപിച്ച് ഏറ്റുപറയാത്തതും അതുകൊണ്ട് ദൈവം നമ്മളോട് ക്ഷമിക്കാത്തതുമായ 1000 തെറ്റുകൾ ദൈവം നമ്മുടെ മുമ്പിൽ അപ്പം വെളിപ്പെടുത്തും. ഇത് നീ ചെയ്തതാ, ഇത് നീ ചെയ്തതാ, ഇത് നീ ചെയ്തതാ. നമ്മൾ ചെയ്തതാണ്, നമ്മൾ ഓർക്കുന്നില്ല, നമ്മൾ അനുതപിച്ചില്ല, നമ്മൾ ഏറ്റുപറഞ്ഞില്ല, നമ്മൾ മറന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്, ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട്, നമ്മൾ കൊണ്ടുവന്ന ഭാണ്ഡക്കെട്ടിലുണ്ട്. അത് ദൈവം നമ്മളെ വെളിപ്പെടുത്തും. അപ്പോൾ നമ്മൾ അമ്പരന്ന് പോകും. ഇതെല്ലാം ഞാൻ ചെയ്തതാണല്ലോ, ഇതൊക്കെ ഏറ്റുപറയാത്തതാണല്ലോ, ഇതൊക്കെ അനുതപിക്കാത്തതാണല്ലോ, ഇതൊക്കെ പാപമോചനം കിട്ടാത്തതാണല്ലോ, ഇതിൻ്റെ പേരിൽ ശിക്ഷയുണ്ടാകുമല്ലോ എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ അമ്പരക്കും. മറുവശത്ത് ദൈവം നമ്മളെ അത്ഭുതപ്പെടുത്തും. കാരണം നമ്മൾ ചെയ്ത, നമ്മൾ മറന്നുപോയ, നമ്മൾ ആർക്ക് വേണ്ടി ചെയ്തു അവരെ മറന്നുപോയ 1000 നന്മപ്രവൃത്തികൾ, സുഹൃതങ്ങൾ, ത്യാഗങ്ങൾ, പുണ്യപ്രവൃത്തികൾ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. ഇതെല്ലാം നീ ചെയ്തതാ, ഈ പരോപകാരം നീ ചെയ്തതാ, ഈ രോഗിയെ സന്ദർശിച്ച് നീ ചെയ്തതാ, ഈ വിശക്കുന്നതിന് ഭക്ഷണം കൊടുത്ത നീയാണ്, ഈ ദാഹിക്കുന്നതിന് കുടിക്കാൻ കൊടുത്ത നീയാണ്, ഈ മനുഷ്യന് മരുന്ന് വാങ്ങാൻ കാശ് കൊടുത്ത നീയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്ത ഒരുപാട് പരോപകാര പ്രവൃത്തികൾ, ഒരുപാട് പുണ്യപ്രവൃത്തികൾ, ഒരുപാട് ത്യാഗപ്രവൃത്തികൾ, ഒരുപാട് പ്രാർത്ഥനകൾ ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തും. ഇതെല്ലാം നീ ചെയ്തതാണ്. ഈ പുണ്യപ്രവൃത്തികൾ, ഈ ത്യാഗങ്ങൾ, ഈ പരോപകാരങ്ങൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വാദിക്കും, നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മരിച്ച അടുത്ത നിമിഷം നമ്മുടെ തനത് വിധിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പോയി നിൽക്കണം. ദൈവം നമ്മളെ വിധിക്കും. വിധി അനുസരിച്ച് സ്വർഗത്തിലേക്ക്, ശുദ്ധീകരണത്തിലേക്ക് അഥവാ നരകത്തിലേക്ക് ഓരോ മനുഷ്യനെയും വിടും. അതുകൊണ്ട് നമുക്ക് ഓർക്കാം, നമ്മൾ ഈ ലോകത്തിലെ വ്യഗ്രതകളിൽ മുഴുകി ജീവിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, നമുക്കൊരു മരണമുണ്ട്. മരിച്ച അടുത്ത നിമിഷം ദൈവത്തിൻ്റെ ഒരു വിധിയുണ്ട്. നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ 2 ഭാണ്ഡക്കെട്ട് നമ്മുടെ കൂടെ വരും. അതിൽ നന്മകളുടെ, സുഹൃതങ്ങളുടെ, പുണ്യങ്ങളുടെ ഭാണ്ഡക്കെട്ട് വലുതാകട്ടെ, പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ട് പരമാവധി ചെറുതാകട്ടെ. അതിനുവേണ്ടി ഒന്നാമത് നമ്മളധികം പാപം ചെയ്യാതിരിക്കണം. രണ്ടാമത് ചെയ്തു പോയ പാപങ്ങളോർത്ത് നമ്മൾ അനുതപിച്ച് പാപമോചനം നേടണം. ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ചിന്തിക്കാം. ഞാൻ ഈ വിഷയത്തിൻ്റെ അടുത്ത എപ്പിസോഡുകൾ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അവിടെ പറയാം. നമുക്ക് നമ്മളെ തന്നെ അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിർത്തി ആത്മപരിശോധന നടത്തുവാനും നമ്മളെ തന്നെ കൂടുതൽ വിശുദ്ധീകരിക്കാനും ശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.